ഹായ് ഫ്രണ്ട്സ്, ടീച്ചേഴ്സിന് വളരെ ഉപകാരപ്രദമായ ടീച്ച്മെൻറ്റ് എന്ന ഒരു ആപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ടീച്ച്മെൻറ്റ് ആപ്പ് വഴിയുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കൊരു ലൈവായിട്ടൊരു ക്ലാസ് ഗൂഗിൾ മീറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടൊരു ക്ലാസ് എടുക്കുന്നത് പോലെ ലൈവായിട്ട് ക്ലാസ് എടുക്കുകയും അതുപോലെ തന്നെ അറ്റൻഡൻസ് രേഖപ്പെടുത്തുകയും കുട്ടികൾക്ക് പലതരത്തിലുള്ള സ്റ്റഡി മെറ്റീരിയൽ ഷെയർ ചെയ്യുകയും ടെസ്റ്റ് പേപ്പർ നടത്താനും ഒക്കെ ഉപകരിക്കുന്ന ഒരു ആപ്പാണ് ടീച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നു. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാണ്. ഇവിടെ ടീച്ച്മെൻറ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ ഇൻസ്റ്റാൾ എന്ന് കൊടുക്കുന്നു. ഇവിടെ ഓപ്പൺ എന്ന് വന്നിട്ടുണ്ട്. ഓപ്പൺ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫസ്റ്റ് പേജ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഏത് ലാംഗ്വേജാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഏത് ലാംഗ്വേജ് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ആ ലാംഗ്വേജിലായിരിക്കും നമുക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇംഗ്ലീഷ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇവിടെ കണ്ടിന്യൂ എന്ന് പ്രസ് ചെയ്യും. അപ്പോൾ ടീച്ച്മെൻറ്റ് ആപ്പിൻ്റെ പേജിലേക്ക് കടന്നിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു മൊബൈൽ നമ്പർ യൂസ് ചെയ്തിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കുക. അപ്പോൾ ഇവിടെ സെൻഡ് OTP എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. ഈ OTPയിൽ പ്രസ് ചെയ്താൽ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോളത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ OTP ഫില്ലായിക്കോളും. നെക്സ്റ്റ് പേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നെയിം ടൈപ്പ് ചെയ്യാം. ഇവിടെ ടീച്ചറായിട്ടാണോ സ്റ്റുഡൻ്റ് ആയിട്ടാണോ ജോയിൻ ചെയ്യുന്നുള്ളത് കൊടുക്കുക. ടീച്ചർ എന്നുള്ളത് പ്രസ് ചെയ്തു. ഇവിടെ കണ്ടിന്യൂ എന്നുള്ളത് പ്രസ് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ ക്ലാസ് റൂമിൻ്റെ നെയിം എന്താണോ ക്ലാസ് റൂം നെയിം അതിവിടെ ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ നിങ്ങളുടെ സബ്ജക്റ്റ് എന്താണോ അതിവിടെ ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ട്യൂഷനാണോ സ്കൂളാണോ ഹോബി ആണോ എന്നുള്ളത് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സ്കൂൾ എന്നുള്ളത് സെലക്ട് ചെയ്തു. അപ്പോൾ സ്കൂൾ ടൈപ്പ് ചെയ്തു. ഇനി നമ്മളിവിടെ കണ്ടിന്യൂ എന്നുള്ളത് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ 9th B എന്ന് പറയുന്ന ക്ലാസ് റൂം. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് മുകളിൽ കാണാം. അപ്പോൾ ഈ ക്ലാസ് റൂമിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ബട്ടൺ യൂസ് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഏതെങ്കിലും സബ്ജക്റ്റ് ആഡ് ചെയ്യണമെങ്കിലൊക്കെ നമുക്കിവിടെ സബ്ജക്റ്റ് ആഡ് ചെയ്യാം. ക്ലാസ് റൂം ടൈപ്പ് മാറ്റണമെങ്കിൽ മാറ്റാം. അപ്പോൾ ഇത് ചേഞ്ചസ് വരുത്തിയിട്ട് നമ്മൾ സേവ് ആൻഡ് അപ്ഡേറ്റ് എന്ന് കൊടുത്താൽ മതി. ഇനി ഈ ക്ലാസ് റൂം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഡിലീറ്റ് ബട്ടൺ യൂസ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. ബാക്ക് ആരോ പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ മെയിൻ വിൻഡോയിൽ വന്നിട്ടുണ്ട്. സമ്മറി എന്ന് പറയുന്നതിൽ ഇവിടെ സബ്ജക്റ്റ് എന്ന് കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ക്ലാസ് റൂം ID തന്നിട്ടുണ്ട്. ഈ ID യൂസ് ചെയ്തിട്ട് കുട്ടികൾക്ക് ഈ ഒരു ID ടൈപ്പ് ചെയ്തിട്ട് നമ്മുടെ ക്ലാസ് റൂമിലേക്ക് ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻവൈറ്റ് സ്റ്റുഡൻസ് എന്ന് പ്രസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ലിങ്ക് യൂസ് ചെയ്തിട്ടും കുട്ടികൾക്ക് ക്ലാസ് റൂമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇൻവൈറ്റ് സ്റ്റുഡൻസ് എന്നുള്ളത് പ്രസ് ചെയ്യുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയ ഐക്കൺ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിലേത് സോഷ്യൽ മീഡിയ ഫേസ്ബുക്കോ ടെലിഗ്രാമോ വാട്സാപ്പോ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ വാട്സാപ്പ് യൂസ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ലിങ്ക് ഞാൻ ഈ ഒരു ക്ലാസ് റൂമിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ സെൻഡ് ചെയ്യാണ്. അപ്പം ഈ ഒരു ലിങ്ക് കിട്ടുന്ന ഏതൊരു കുട്ടിക്കും ഈ ഒരു ലിങ്കിൽ പ്രസ് ചെയ്താൽ നമ്മുടെ ക്ലാസ് റൂമിലേക്ക് ജോയിൻ ചെയ്യാം. ഇല്ലെങ്കിൽ ഈ ഒരു ID ടൈപ്പ് ചെയ്തിട്ടും ആ ഒരു ക്ലാസ് റൂമിലേക്ക് എൻറോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കുട്ടികൾ ജോയിൻ ചെയ്താൽ ഈ കാണുന്ന സ്റ്റുഡൻറ്റ് എന്നുള്ളിടത്താണ് ജോയിൻ ആയിട്ടുണ്ടാവുക. അപ്പോൾ ഏതെങ്കിലും കുട്ടി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു മെസ്സേജ് കാണിക്കും. അപ്പോൾ നമുക്ക് കുട്ടീനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഗ്രീൻ ടിക്കും കൊടുക്കാം. അതല്ല കുട്ടീനെ ഈ ക്ലാസ് റൂമിലേക്കല്ല കുട്ടി ജോയിൻ ചെയ്യേണ്ടതെങ്കിൽ ഈ ഒരു ക്ലോസ് ബട്ടണിലൂടെ കുട്ടീനെ എക്സിറ്റ് ആക്കാനും പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു കുട്ടീനെ ജോയിൻ ചെയ്യിക്കാൻ വേണ്ടി ഈ ഒരു ഗ്രീൻ ടിക്ക് പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പേജ് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. അറ്റൻഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഫീസ്, ടൈം ടേബിൾ ഒക്കെ കാണാം. അതുപോലെ തന്നെ എബൌട്ട് ടീച്ചർ എന്ന് കാണാം. അത് പ്രസ് ചെയ്താൽ ടീച്ചറുടെ നെയിം ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു ടീച്ചറിനെ കുറിച്ച് എന്തെങ്കിലും ഇൻട്രൊഡക്ഷൻ കൊടുക്കണമെങ്കിൽ അതിവിടെ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ എബൌട്ട് ക്ലാസ് റൂം എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ ഏത് സബ്ജക്റ്റാണെന്നും ഏത് ഏത് ചാപ്റ്ററാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ കുട്ടികൾക്ക് കൊടുക്കാം. അതുപോലെ തന്നെ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ എത്ര കുട്ടികൾ ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് കാണാൻ പറ്റും. ഇനി അടുത്തത് ടൈം ടേബിളാണ്. എങ്ങനെയാണ് നമുക്കൊരു ടൈം ടേബിൾ ആഡ് ചെയ്യാന്നുള്ളതാണ്. ആഡ് ടൈം ടേബിൾ എന്നുള്ളത് പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ഏതൊക്കെ ദിവസമാണോ നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ദിവസം ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ആ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ടൈം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടൈം ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഏതാണ് നമ്മുടെ ടൈം. ഞാനിപ്പോൾ രാത്രി 7:30 ക്ലാസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 7 എന്നുള്ളതിലൊന്ന് പ്രസ് ചെയ്തു. ഇനി 30 എന്നുള്ളത് ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടെ 7:30 എന്ന് വന്നിട്ടുണ്ട്. ഇനി PM എന്നാക്കാൻ വേണ്ടി ജസ്റ്റ് PMൻ്റെ മുകളിൽ ഒന്ന് ടൈപ്പ് ചെയ്തു ഒന്ന് പ്രസ് ചെയ്തു. അപ്പോൾ 7:30 PM എന്നാണ്. ഓക്കെ എന്നുള്ളത് പ്രസ് ചെയ്യുന്നു.
അപ്പോൾ 8:30 ക്ലാസ് തീരുന്ന രീതിയിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇതും മാറ്റണമെങ്കിൽ ഇവിടെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ അടുത്തത് ട്യൂസ്ഡേ ആണ്. ജസ്റ്റ് ഞാനിവിടെ നിന്ന് പ്രസ് ചെയ്തു, വീണ്ടും ഫ്രം എന്നുള്ളിടത്ത് പ്രസ് ചെയ്തു. ഞാനിത് 7 വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 7 എന്ന് കൊടുത്തു. മുകളിൽ 0 എന്നുള്ളിടത്ത് പ്രസ് ചെയ്തു, ഓക്കെ എന്ന് കൊടുക്കുകയാണ്. ഇവിടെ 7 to 8. അങ്ങനെ ആ കുട്ടിയുടെ ഒരു 1 വീക്കിലെ ക്ലാസ് എപ്പോഴാണെന്നുള്ളത് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അപ്ഡേറ്റ് ക്ലാസ് റൂം എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ക്ലാസ് ജോയിൻ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഈ ഒരു ടൈം ടേബിൾ അവർക്ക് കാണാൻ പറ്റും. എല്ലാ ദിവസവും ഏത് ടൈമിനാണ് ക്ലാസ് ഉള്ളതെന്നുള്ള കാണാൻ പറ്റും. ഇനി അതുപോലെ തന്നെ ആ ദിവസത്തെ അറ്റൻഡൻസും ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ക്ലാസ് ഒന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് അവിടെ ബ്ലാങ്ക് ആയിരിക്കും. അപ്പോൾ ഇത് ഓരോ ദിവസവും ഏതൊക്കെ കുട്ടികൾ പ്രസൻ്റ് ആയിരുന്നെന്നും ഏതൊക്കെ കുട്ടികൾ ആബ്സെൻ്റ് ആണെന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഏതൊക്കെ കുട്ടികൾ എത്ര പെർസെൻറ്റേജ് എത്ര സമയം അറ്റൻഡ് ചെയ്തു എന്നുള്ളതും ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഓരോ ദിവസവും നമുക്കിവിടെ നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെയുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ഫീസ് കളക്ട് ചെയ്യാനുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഫീയോ എങ്കിലും 9ാം ക്ലാസ്സിനൊക്കെ കളക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് ഫീസ് എന്നുള്ള ഓപ്ഷനിലൂടെ പ്രസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എത്രയാണോ അതിൻ്റെ ഫീസ്, ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫീ, അത് നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ അത് എന്നാണ് എന്ന് വരെ കളക്ട് ചെയ്യാം എന്നുള്ളത്, എന്നാണ് ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് സേവ് എന്ന് കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഒക്കെ യൂസ് ചെയ്തിട്ടോ പിന്നെ ഈ ഒരു പേയ്മെൻറ്റ് ഇവിടെ സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഗോ ലൈവ് പ്രസ് ചെയ്താൽ നമുക്ക് ലൈവായിട്ട് ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങാം. ഇനി ഇവിടെയുള്ള അടുത്ത ഓപ്ഷനാണ് റെക്കോർഡിങ്സ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡാക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ആ ഒരു ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും കുട്ടി ആ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ആ കുട്ടിക്ക് പിന്നീട് ആ ഒരു ക്ലാസ് ഈ ഒരു റെക്കോർഡിങ്സ് എന്ന് പറഞ്ഞ ടാബിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ കുട്ടിക്ക് വീണ്ടും ഇരുന്ന് ആ ഒരു ക്ലാസ് കാണാവുന്നതാണ്. ഇനി അടുത്തത് ടെസ്റ്റ് എന്ന് പറയുന്നതാണ്. നമുക്കിതിൻ്റെ ഈ ഒരു ടാബ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ടെസ്റ്റ് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പും അല്ലാത്ത റിട്ടൺ ടൈപ്പുമായിട്ടുള്ള എക്സാം നടത്താവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് കുട്ടികൾക്ക് ഒരു ഓപ്ഷൻ ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പം എങ്ങനെയാണ് അത് കളക്ട് ചെയ്യുന്നതും എത്ര ടെസ്റ്റ് പേപ്പറിൽ കുട്ടി അറ്റൻഡ് ചെയ്തു എന്നുള്ളതൊക്കെ ഈ ഒരു ടാബിലൂടെ നമുക്ക് സെറ്റ് ചെയ്യാം. അടുത്തത് സ്റ്റുഡൻ്റ് എന്നാണ്. സ്റ്റുഡൻ്റ് എന്നുള്ളത് ഇവിടെ എത്ര കുട്ടികൾ എൻറോൾ ആയിട്ടുണ്ടെന്നുള്ളത് ഇവിടെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അതുപോലെ തന്നെ ആ കുട്ടികളെ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇനി ആ കുട്ടികളെ കോൾ ചെയ്യണമെങ്കിൽ ഈ ഒരു ബട്ടണിലൂടെ നമുക്ക് ആ കുട്ടികളെ കോൾ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് ചാറ്റാണ്. നമ്മൾ ഗൂഗിൾ മീറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ടൈപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇവിടെയുണ്ട്, ചാറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചാറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് നോട്ടീസ് ബോർഡ്. എന്തെങ്കിലും നോട്ടീസ് കൊടുക്കണമെങ്കിൽ ഈ ഒരു നോട്ടീസ് ബോർഡിൽ ആഡ് നോട്ടീസ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് നോട്ടീസ് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് അസൈൻമെൻ്റ് ആണ്. എന്തെങ്കിലും അസൈൻമെൻറ്റ് കൊടുക്കണമെങ്കിൽ ക്രിയേറ്റ് അസൈൻമെൻറ്റ്, ഏത് ടോപ്പിക്കിനെ കുറിച്ചാണ്, ഏത് ദിവസം തൊട്ട് എന്ന് വരെയാണ്, ഡ്യൂ ഡേറ്റ് എന്നാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. അടുത്തത് സ്റ്റഡി മെറ്റീരിയലാണ്. സ്റ്റഡി മെറ്റീരിയൽ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 3 തരത്തിലുള്ള ഓപ്ഷനാണ് ഉള്ളത്. ഇത് നമ്മൾ കുട്ടികളെ ആഡ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് ആക്റ്റീവ് ആവുള്ളൂ. കുട്ടികളെ ആഡ് ചെയ്യാതെ ഇത് ആക്റ്റീവ് ആവില്ല. അപ്പോൾ ഇവിടെ ഡോക്യുമെൻറ്റ്സ് എന്നുള്ളതിൽ നമുക്ക് എന്തെങ്കിലും PDF ഫയലോ പ്രസൻറ്റേഷനോ കുട്ടികൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഈ ഒരു ആഡ് ഡോക്യുമെൻ്റ് എന്നുള്ളത് പ്രസ് ചെയ്തു. എന്താണ് അതിൻ്റെ ടൈറ്റിൽ കൊടുക്കേണ്ടത്, SLC എന്നാണെങ്കിൽ SLC എന്ന് കൊടുക്കുന്നു. ഇവിടെ ഡിസ്ക്രിപ്ഷൻ, അതിനെക്കുറിച്ച് ITയുടെയോ അല്ല ഏത് ക്ലാസ്സാണെന്നുള്ളതോ കൊടുത്തിട്ട് അറ്റാച്ച്മെൻറ്റ് കൊടുക്കുകയാണ്, ആഡ് അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഗാലറി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോന്ന് എവിടുന്ന് വേണമെങ്കിലും സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ഫയലാണെങ്കിൽ ഇവിടുന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ആ ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ളത്, സേവ് ആൻഡ് ക്രിയേറ്റ് എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ ആ ഫയൽ ഇവിടെ കാണിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു ക്ലാസ് റൂമിൽ കയറുന്ന എല്ലാ കുട്ടികൾക്കും ഈ ഒരു ഡോക്യുമെൻ്റ് അവൈലബിൾ ആണ്. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് യൂട്യൂബ് വീഡിയോ ആണ്. യൂട്യൂബ് വീഡിയോ നമ്മൾ ഷെയർ ചെയ്യാം. കുട്ടികൾക്ക് ഇപ്പോൾ വിക്ടേഴ്സ് ചാനലിലോ ഏതെങ്കിലും ക്ലാസ്സുകൾ നമുക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഈ ഒരു ആഡ് യൂട്യൂബ് വീഡിയോ യൂസ് ചെയ്തിട്ട് നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം യൂട്യൂബിലെ URL കിട്ടണം. അതിനായിട്ട് അപ്പം ഞാൻ ഇത് യൂട്യൂബ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിലെ ഈ ഒരു വീഡിയോ ആണ് ഞാൻ കുട്ടികൾക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഷെയർ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യണം. ഞാനിത് യൂട്യൂബ് എന്നുള്ള ആപ്പിലൂടെയാണ് എടുത്തത്. എന്നിട്ട് ഇവിടെ കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ പ്രസ് ചെയ്തു. അപ്പോൾ ആ ലിങ്ക് കോപ്പി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ടീച്ച്മെൻറ്റ് ആപ്പിലേക്ക് തിരിച്ചു വരുന്നു. ഇവിടെ ഞാൻ ആദ്യം ടൈറ്റിൽ കൊടുക്കുകയാണ്. SLC IT എന്നാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. SLC എന്ന് കൊടുത്തു.
ഇവിടെ ജസ്റ്റ് നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ആ പേസ്റ്റ് എന്നുള്ള ഓപ്ഷൻ വരും. പേസ്റ്റ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ആ വീഡിയോയുടെ യൂട്യൂബ് URL ആണ് ഈ കാണുന്നത്. ഇതിവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ആ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെങ്കിൽ ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ സേവ് ആൻഡ് ക്രിയേറ്റ് എന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് വിക്ടേഴ്സിൻ്റെ എല്ലാ വീഡിയോസും കുട്ടികൾക്ക് ഇവിടെ ഷെയർ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഗോ ലൈവ് പോകുന്നത് നോക്കാം. സമ്മറിയിൽ പോയി ഇവിടെ സമ്മറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗോ ലൈവ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടെ മൈക്ക് ഓണാണ്, അതേപോലെ തന്നെ വീഡിയോയും ഓണാണ്. അപ്പോൾ നമുക്ക് ഈ മൈക്കൊന്ന് ഓഫ് ചെയ്യാം, വീഡിയോയും ഓഫ് ചെയ്യാം. ഇനി റെക്കോർഡിങ് ഓൺ ആക്കണമെങ്കിൽ നമുക്ക് ഓൺ എന്ന് കൊടുക്കാം. അപ്പോൾ ഈ മൈക്ക് ഓൺ ആവും. അപ്പോൾ ഓഫ് ആക്കണമെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓഫ് ആക്കാം. അതുപോലെ തന്നെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നത് ലാൻഡ്സ്കേപ്പ് മോഡിലും അതുപോലെ തന്നെ പോർട്രേറ്റ് മോഡിലും ആക്കി മാറ്റാവുന്നതാണ്. പിന്നെ നമുക്ക് ഗോ ലൈവ് എന്നുള്ളത് പ്രസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ എത്ര കുട്ടികളുണ്ട് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്, ഒരാളെന്നുള്ളത് കാണിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ മുകളിലായിട്ട് കാണുന്ന എൻഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ഈ ഒരു ലൈവിൽ നിന്ന് പുറത്തേക്ക് പോവാം. അതുപോലെ തന്നെ ഇത് പോർട്രേറ്റും ലാൻഡ്സ്കേപ്പ് ആക്കാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുട്ടികളുമായിട്ട് ചാറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനാണിത്. ഇനി ഇവിടെ താഴെയായിട്ട് ധാരാളം ഓപ്ഷൻസ് എന്നുള്ള ബട്ടൺ കാണുന്നുണ്ട്. ഈ ഓപ്ഷൻസ് എന്നുള്ള നമ്മൾ പ്രസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ലോ ക്വാളിറ്റിയിലും മീഡിയം ക്വാളിറ്റിയിലും ഷെയർ ചെയ്യാം. അപ്പം ഇൻ്റർനെറ്റൊക്കെ കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലോ ക്വാളിറ്റിയിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മ്യൂട്ട് ഓൾ എന്ന ഓപ്ഷനിലൂടെ ഇതിനകത്ത് പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളുടെയും മൈക്ക് മ്യൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ ക്ലാസ് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെയുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്താൽ ഇത് ഫുള്ളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ക്ലാസ് ഫുള്ളായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത വരുന്നത് നമുക്ക് എങ്ങനെയാണ് വൈറ്റ് ബോർഡ് യൂസ് ചെയ്തിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഷെയർ എന്നുള്ള ബട്ടൺ കാണുന്നുണ്ട്. ഈ ഷെയർ എന്നുള്ളതിൽ നമ്മളൊന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കാണാം ഷെയർ വൈറ്റ് ബോർഡ് എന്നുള്ളത്. ഈ ഷെയർ വൈറ്റ് ബോർഡ് എന്നുള്ളത് ഒന്ന് പ്രസ് ചെയ്തു. ഇപ്പോൾ പെന്നുള്ള ഐക്കൺ ആക്റ്റീവാണ്. നമ്മൾ ജസ്റ്റ് ഈ ബോർഡിൽ ഒന്ന് എഴുതിയാലും നമ്മൾ എന്താണോ എഴുതുന്നത് അതവിടെ കാണിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ വരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ തിക്നെസ് കൂട്ടണം അല്ലെങ്കിൽ കളർ ചേഞ്ച് ചെയ്യണമെങ്കിലൊക്കെ ഈ മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ലൈൻ വിഡ്ത്ത് കൂട്ടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ലൈൻ വിഡ്ത്ത് കൂട്ടാം. അതുപോലെ തന്നെ കളർ ചേഞ്ച് ചെയ്യാം. ഏതാണോ കളർ വേണ്ടത് ആ കളറൊക്കെ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിഡ്ത്ത് കൂട്ടാനും കളർ സെലക്ട് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇനി അടുത്തതായിട്ട് ഹൈലൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്ക് ഹൈലൈറ്റ് എന്നുള്ള ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഇത് ഹൈലൈറ്റ് ചെയ്യാം. ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇതായിട്ട് പറയാം. ഇനി ഇറേസർ എന്നുള്ള ടൂൾ എടുത്തിട്ട് നമുക്കിതെല്ലാം ഇറേസ് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് എന്നുള്ള ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഡണ്ണ് കൊടുത്തു. ഡണ്ണ് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യിക്കാം. ഇതിൻ്റെ ടിക്ക് മാർക്ക് പ്രസ് ചെയ്താൽ അതെവിടെയാണെന്ന് വെച്ചാൽ നമുക്കതിനെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി അടുത്തത് മോർ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലൈൻ വിഡ്ത്ത് കൂട്ടുന്ന നമ്മൾ കണ്ടു. കളേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ കളേഴ്സ് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഷേപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിലൂടെ നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഇവിടെ ഡ്രോ ചെയ്യാം. ഇപ്പം ഞാൻ എടുത്തത് റെക്റ്റാങ്കിൾ ആണ്. ജസ്റ്റ് ഞാൻ സ്ക്രീനിൽ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുമ്പോൾ റെക്റ്റാങ്കിൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം ക്ലിയർ ചെയ്യണമെങ്കിൽ ക്ലിയർ എന്നുള്ള ബട്ടണും പ്രസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വൈറ്റ് ബോർഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാം നോക്കാം. അപ്പോൾ അതിനായിട്ട് ഷെയർ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തു. ഇവിടെ നമുക്ക് PDF എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ PDF ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫോട്ടോ ആണെങ്കിൽ അത് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഷെയർ സ്ക്രീൻ യൂസ് ചെയ്തിട്ട് ഇവിടെ സ്റ്റാർട്ട് നൗ എന്ന് കാണുന്നുണ്ട്. സ്റ്റാർട്ട് നൗ പ്രസ് ചെയ്യുന്നു. നമ്മൾ ജസ്റ്റ് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു വീഡിയോ ആണ് കാണിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മറ്റുള്ള കുട്ടികൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എന്താണോ നമുക്കിവിടെ കുട്ടികൾക്ക് ഷെയർ ചെയ്യേണ്ടത് അതിവിടെ നമ്മൾ ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്തിട്ട് ഈ ഒരു പേജാണ് കാണിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പേജ് ഏത് വേണമെങ്കിലും കുട്ടികൾക്ക് ഷെയർ ചെയ്യാം. അപ്പം നമ്മൾ ഷെയറിങ് ക്ലോസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്ന് ഇവിടെ റെഡിലാണ് ഇപ്പോൾ ഷെയർ കാണുന്നത്. ഈ ഷെയറിലൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, സ്ക്രീൻ ഷെയറിങ് സ്റ്റോപ്ഡ് എന്നുള്ളത്. അപ്പോൾ ഷെയറിങ് ക്യാൻസൽ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ലൈവിൽ വരുന്ന കാര്യങ്ങൾ. അതേപോലെ തന്നെ ക്യാമറ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് എത്ര കുട്ടികളെ വേണമെങ്കിലും ഇവിടെ അറ്റൻഡ് ചെയ്യിക്കാവുന്നതാണ്.
അപ്പോൾ ഇത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ലൈവ് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെയുള്ള എൻഡ് ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ തിരിച്ച് ഈ ഒരു വിൻഡോയിലേക്ക് എത്തിയിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത്. അടുത്ത വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.